إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم وإنه لتنزيل رب العالمين نزل به الروح الأمين على قلبك لتكون من المنذرين بلسان عربي مبين. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പരമാവധി കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഭയഭക്തിയുള്ളവരായി ജീവിക്കുവാൻ സദാ പരിശ്രമിച്ചുകൊണ്ടിരിക്കണേ എന്ന് എന്നെയും നിങ്ങളെ ഓരോരുത്തരെയും ഉത്ബോധിപ്പിക്കുകയാണ്, ഉപദേശിക്കുകയാണ്, ഗൗരവപൂർവം വസിയ്യത്ത് നൽകുകയാണ്. അള്ളാഹുവിന്റെ ദീനനുസരിച്ചുകൊണ്ട് ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും ശുദ്ധീകരിച്ച് പടച്ചറബ്ബ് ഇഷ്ടപ്പെടുന്ന നല്ലവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുവാനുള്ള സർവ തൗഫീഖും അവൻ നൽകിക്കൊണ്ട് നമ്മെ ഓരോരുത്തരെയും അവൻ അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ലോകത്ത് മനുഷ്യൻ തന്റേതായ ആശയങ്ങൾ വിനിമയം നടത്തുവാൻ ഉപയോഗിക്കുന്ന മാധ്യമമാണ് അവന്റെ ഭാഷ എന്ന് പറയുന്നത്. എവിടെയെല്ലാം ജനങ്ങൾ നിവസിക്കുന്നുവോ അവിടെയെല്ലാം ഓരോ ജനവിഭാഗത്തിനും അവരവർ കൈകാര്യം ചെയ്യുന്ന വ്യക്തമായ ഭാഷകൾ നിലവിലുണ്ട്. അത് അല്ലാഹു ഈ ലോകത്ത് ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ ഒരു അനുഗ്രഹമാണ്. ഒരുപാട് ഭാഷകൾ, ഒരുപാട് ശൈലികൾ, രീതികൾ എല്ലാം മനുഷ്യർ അവരവരുടെ ആശയങ്ങൾ വിനിമയം ചെയ്യുവാൻ വേണ്ടി ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിലേതെങ്കിലും ഒരു ഭാഷയോട് നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വെറുപ്പില്ല, വിരോധമില്ല. ഏതെങ്കിലും ഒരു ഭാഷ പഠിക്കാൻ പാടില്ലാത്തതാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഷ നരകത്തിലെ ഭാഷയാണ്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ദുഷിച്ച ഭാഷകളാണ് എന്ന ഒരു പ്രയോഗം ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ഏത് ഭാഷയും അവന് പഠിക്കാം, മനസ്സിലാക്കാം, ഉപയോഗിക്കാം, പ്രയോഗിക്കാം. എന്നാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം, മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു ഭാഷയോട് പ്രത്യേകമായ ആദരവുണ്ട്, ബഹുമാനമുണ്ട്. അതിനോട് പ്രത്യേകമായ ഒരു കടപ്പാടും മതപരമായ നിലക്ക് തന്നെ, ദീനിയായ നിലക്ക് തന്നെ ഉണ്ട്. അതാണ് അല്ലാഹു റബ്ബുൽ ആലമീൻ അവന്റേതായ പരിശുദ്ധമായ ഗ്രന്ഥം അവതരിപ്പിക്കുവാൻ വേണ്ടി അവൻ തെരഞ്ഞെടുത്ത ഭാഷയായ അറബി ഭാഷ എന്ന് പറയുന്നത്. അല്ലാഹു തആല പറഞ്ഞു, വഇന്നഹു ലതൻസീലു റബ്ബിൽ ആലമീൻ, സർവലോക പരിപാലകനായ അല്ലാഹുവിങ്കൽ നിന്നുള്ള അവതരണമാണ് ഈ ഖുർആൻ. അല്ലാഹുവിങ്കൽ നിന്നാണ് ഇത് അവതരിപ്പിച്ചിട്ടുള്ളത്. നസല ബിഹി റൂഹുൽ അമീൻ,
വിശ്വസ്തനായ റൂഹുൽ അമീൻ ജിബ്രീൽ അലൈഹിസ്സലാമാണ് അതുകൊണ്ട് ഇറങ്ങിയത്. അലാ ഖൽബിക, താങ്കളുടെ ഹൃദയത്തിലേക്ക് അല്ലാഹു റബ്ബുൽ ആലമീൻ ജിബ്രീൽ അലൈഹിസ്സലാമിലൂടെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹൃദയത്തിലേക്ക് അവതരിപ്പിച്ചു കൊടുത്തു ഈ ഗ്രന്ഥം. ലിതകൂന മിനൽ മുൻദിരീൻ, നീ ജനങ്ങൾക്ക് അവരുടേതായ കാര്യങ്ങൾ, പാരത്രികമായ നേട്ടങ്ങൾ, കോട്ടങ്ങൾ ഉണ്ടാകുന്ന കാര്യങ്ങൾ, അതിനെ സംബന്ധിച്ചൊക്കെ ശക്തമായ നിലക്ക് നീ അവർക്ക് താക്കീത് നൽകുന്നവരിൽപ്പെട്ടവരാകി തീരുവാൻ വേണ്ടി. എന്നിട്ട് അല്ലാഹ് പറഞ്ഞു, ഇത് ഇറക്കിയ ഭാഷയെ സംബന്ധിച്ചു പറഞ്ഞു, ബിലിസാനിൻ അറബിയ്യിൻ മുബീൻ, സുവ്യക്തമായ അറബി ഭാഷയിലാണ് അല്ലാഹു ഇതിനെ അവതരിപ്പിച്ചിട്ടുള്ളത്. സഹോദരങ്ങളെ, ആ നിലക്ക് മുസ്ലിമീങ്ങളായ നമുക്ക് മറ്റു ഭാഷകളിൽ നിന്ന് വ്യത്യസ്തമായി നമുക്ക് ചില പരമപ്രധാനമായ കടമകളും ബാധ്യതകളുമുണ്ട്. അത് ഈ ഭാഷയുടെ ഉച്ചാരണം, അതിന്റെ അലിഫ് മുതൽ യാ വരെയുള്ള അതിന്റെ അക്ഷരങ്ങൾ, ആദ്യം മുതൽ അവസാനം വരെ അതിന്റെ അക്ഷരങ്ങളോട് നീതി പുലർത്തുക എന്നതാണ്. ഏതൊരു ഭാഷയുടെയും പ്രാഥമികമായ പഠനം എന്ന് പറയുന്നത് അതിന്റെ ആദ്യാക്ഷരങ്ങളെ അല്ലെങ്കിൽ അതിന്റെ അക്ഷരങ്ങളെ അതിൻ്റെതായ രൂപത്തിൽ ഉച്ചരിച്ചു പഠിക്കുക എന്നതാണ്. മറ്റേതൊരു ഭാഷയിലും അല്ലെങ്കിൽ ഭാഷാ ശൈലിയിലുമൊക്കെ മികവ് കാണിക്കുന്ന ആളുകൾ, അതല്ലെങ്കിൽ ആ മേഖലയിൽ ആളുകളിൽ കാണുന്ന കുഴപ്പങ്ങളെ വളരെ ജാഗ്രതയോടെയും വലിയ കുറ്റകരമായും ഒക്കെ കാണാറുണ്ട്. എത്രയോ രക്ഷിതാക്കൾ തങ്ങളുടെ മക്കളുടെ പ്രൊനൗൺസിയേഷനിൽ വരുന്ന ആ ഉച്ചാരണങ്ങളിൽ വരുന്ന വൈകല്യങ്ങളെ മറ്റുള്ള ഭാഷകളെ വളരെ ഗൗരവമായിട്ട് എടുക്കാറുണ്ട്. വേണ്ട എന്നല്ല പറയുന്നത്, പക്ഷേ അതിനേക്കാൾ ഗൗരവം മുസ്ലിം അവന്റെ മതപരമായ ബാധ്യത എന്ന നിലക്ക് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടുന്ന പരമപ്രധാനമാണ് അലിഫ് മുതൽ യാ വരെയുള്ള ഓരോ അക്ഷരങ്ങളെയും എങ്ങനെ ഉച്ചരിക്കണം എന്നത്. ഏറ്റവും വലിയ ഒരു ശാസ്ത്രം തന്നെയാണത്, ഉച്ചാരണ ശാസ്ത്രം. അറബി ഭാഷയുടെ പ്രത്യേകത തന്നെ അതിലുള്ള അക്ഷരങ്ങൾ മറ്റു ഭാഷയിൽ നമുക്ക് ഉച്ചരിക്കാൻ സാധ്യമല്ല എന്നാണ്. ഒരു ഭാഷയും ഇതിന് പരിഹാരമാവില്ല. മലയാളത്തിലോ ഇംഗ്ലീഷിലോ തമിഴിലോ കന്നഡയിലോ ഏത് ഭാഷയിൽ പറഞ്ഞാലും ഇതിലെ അക്ഷരങ്ങളെ അതേപോലെ ഉച്ചരിക്കാൻ നമുക്ക് സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ ഏറ്റവും പരമപ്രധാനമായ ഒരു ബാധ്യതയാണ്. ഇതിന്റെ പ്രാഥമികമായ പാഠങ്ങൾ എല്ലാവരും പഠിച്ചിരിക്കണം എന്നത് നിർബന്ധമാണത്. കാരണം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവൻ 5 നേരത്തെ നമസ്കാരം അവന് നിർബന്ധമാണ്. ആ നിർബന്ധമായ നിസ്കാരം ഒരുത്തൻ നമസ്കരിക്കുന്നില്ലെങ്കിൽ അവൻ ഈ ഇസ്ലാമിൽ സ്ഥാനമില്ല എന്ന് നമുക്കറിയാം. മുസ്ലിമാകണോ 5 നേരത്തെ നിസ്കാരം നിർബന്ധമാണ്. ആ നിസ്കാരം സ്വീകാര്യമായി തീരണമെങ്കിൽ അതിലെ ഏറ്റവും പരമപ്രധാനമാണല്ലോ അതിന്റെ ഫർളുകൾ നിർബന്ധമായും അവൻ പാലിച്ചിരിക്കണം എന്നത്. അതിൽപ്പെട്ട ഒരു ഫർളാണ് സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യൽ. ആ ഫാത്തിഹ സൂറത്ത് അതിൻ്റെതായ അക്ഷരങ്ങളോട് നീതി പുലർത്തിക്കൊണ്ട് പാരായണം ചെയ്തിട്ടില്ലെങ്കിൽ അവന്റെ നമസ്കാരം സഹീഹാവുകയില്ല, അവന്റെ നമസ്കാരം സ്വീകാര്യോഗ്യമായി തീരുകയില്ല. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ നാം ശ്രദ്ധിക്കേണ്ടതാണ് അക്ഷരങ്ങളുടെ ഉച്ചാരണം. സൂറത്തുൽ ഫാത്തിഹ ഇന്ന് എല്ലാ ആളുകൾക്കും മനഃപ്പാഠമാണ്. പലരും പഠിക്കാൻ താല്പര്യം കൊണ്ട് പണ്ട് പഠിച്ചിട്ടില്ലാത്ത പലരും സൂറത്തുൽ ഫാത്തിഹ പഠിക്കുന്നുണ്ട്. എങ്ങനെ? മലയാളത്തിലോ ഇംഗ്ലീഷിലോ ഒക്കെ പറയും പോലെ എഴുതിയിട്ടാണ് പഠിക്കുന്നത്. കാരണം അറബി അക്ഷരങ്ങൾ അറിഞ്ഞുകൂടാ. അറബി അക്ഷരങ്ങൾ അറിയാതെ ഫാത്തിഹ സൂറത്ത് പഠിച്ചു കഴിഞ്ഞാൽ ഉച്ചാരണങ്ങളിൽ വരുന്ന വകഭേദങ്ങൾ, മാറ്റങ്ങൾ വളരെ ഗൗരവമായിരിക്കും. ഹ എന്ന ഉച്ചാരണം മറ്റൊരു ഭാഷയിൽ നമുക്കില്ല. ഹ എന്ന് എഴുതാൻ കഴിയൂ. എച്ചിട്ടാലും മലയാളത്തിൽ ഹ ഇട്ടാലും ഒക്കെ ഹ എന്ന ഉച്ചാരണമേ വരൂ. ഹംദ്, അൽ ഹംദു എന്ന ഉച്ചാരണം, അർ റഹ്മാനിർ റഹീം എന്ന ഉച്ചാരണം, ഇയ്യാക നഅ്ബുദു ഐൻ എന്ന ഉച്ചാരണം ഒരു ഭാഷയിൽ നമുക്ക് സാധ്യമല്ല. വ ഇയ്യാക നസ്തഈൻ ഐൻ എന്ന ഉച്ചാരണം, ഇഹ്ദിനസ് സിറാത്ത സ്വാദ് എന്ന ഉച്ചാരണം, എന്ന ഉച്ചാരണം, ഇഹ്ദിനസ് സിറാത്ത. പലരും ഇഹ്ദിനസ് സിറാത്ത എന്ന് പറയുന്നു. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. ഖാഫ് പോയി, ത്വാ പോയി,
സ്വാദ് പോയി. പിന്നെയോ സിറാത്തല്ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം എന്ന് ഓതുന്നു. ഗൈൻ ഉച്ചരിക്കാൻ അറിഞ്ഞുകൂടാ, ഗൈനും ഐനായി മാറുന്നു, മഗ്ദൂബി മഅ്ലൂബിയാകുന്നു. ഇങ്ങനെ ഐനും ഗൈനും സ്വാദും ദ്വാദും അതുപോലെ തന്നെ ഖാഫും അതുപോലെ തന്നെ ഹാഉം ഈ രൂപത്തിലുള്ള ഒട്ടേറെ അക്ഷരങ്ങൾ ഇതിന്റെ കൃത്യമായി നീതി പുലർത്തിക്കൊണ്ട് പാരായണം ചെയ്യുന്ന, വായിക്കാൻ അറിയാവുന്ന എത്ര ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് എന്നത് ഗൗരവത്തോടെ, ആരെയും കുറ്റപ്പെടുത്താനല്ല, അവരവരുടെ പരലോക മോക്ഷത്തെ ഉദ്ദേശിച്ചുകൊണ്ട് പ്രിയമുള്ളവരെ ഓരോരുത്തരും ഗൗരവത്തോടുകൂടെ ചിന്തിക്കേണ്ടതാണ്. അക്ഷരങ്ങളിൽ ഒരു മാറ്റം സംഭവിച്ചു കഴിഞ്ഞാൽ ആശയങ്ങളിൽ വമ്പിച്ച അപരാധം സംഭവിക്കുന്ന ഭാഷയാണ് അറബി ഭാഷ എന്ന് നമുക്കറിയാം. ഹല്ലാഖ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മുടിവടിച്ചെടുക്കുന്നവൻ എന്നാണ് അർത്ഥം, ചുരകൻ എന്നാണ് അർത്ഥം. ഹല്ലാഖ് അല്ലാഹുവിനെ സംബന്ധിച്ച് ഖല്ലാഖ് എന്നാണ്, അവനാണ് എല്ലാത്തിന്റെയും സൃഷ്ടാവ്. ഖല്ലാഖിന്റെ ഹായിന്റെ മുകളിലെ പുള്ളി അത് ഉച്ചരിക്കാൻ അറിയാതെ ഖ ഉച്ചരിക്കാതെ ഹല്ലാഖ് എന്ന് പറഞ്ഞാൽ അല്ലാഹുവേ നീ ഒരു ചുരകനാണെന്ന മാരകമായ, നമ്മുടെ വിശ്വാസത്തിന് ഏറ്റവും വലിയ ഹാനി തട്ടുന്ന ഒരർത്ഥമാണ്, ആശയ വകഭേദമാണ്, വൈകല്യമാണ് അത് മുഖേന സംഭവിക്കുന്നത്. ഇതുകൊണ്ട് പ്രിയമുള്ളവരെ ഞാൻ ചില ഉദാഹരണങ്ങൾ സൂചിപ്പിച്ചു എന്നേയുള്ളൂ. നമ്മുടെ ജീവിതത്തിൽ നാം ഈ ഭാഷാ പഠനത്തിന്റെ കാര്യത്തിൽ ഒരിക്കലും അമാന്തം കാണിക്കരുത്. ഇതിന്റെ എല്ലാ അറ്റം വരെ പോകണം എന്നല്ല പറയുന്നത്. ഒരു ഭാഷയും പരിപൂർണമായി പഠിച്ചെടുത്ത് അതിലുള്ള വലിയ രൂപത്തിലുള്ള അത്യുന്നതങ്ങളിൽ കയറിപ്പോകൽ നിർബന്ധം എന്നല്ല പറയുന്നത്. പ്രാഥമികമായി നമുക്ക് കൈകാര്യം ചെയ്യേണ്ട ചില കാര്യങ്ങളെങ്കിലും നാം അറിഞ്ഞിരിക്കണം. നമസ്കാരത്തിലെ മുഴുവൻ പ്രാർത്ഥനകളും നമുക്ക് നിർവഹിക്കാനുള്ളത് അറബിയിലാണ്. തീർന്നില്ല. ഒരു മുസ്ലിമിന്റെ ജീവിതത്തിന് സമാധാനം പകരുന്നത് അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, ഹൃദയങ്ങൾക്ക് അടക്കവും ആശ്വാസവും ലഭിക്കുന്നത് യഥാർത്ഥമായ അല്ലാഹുവിനെ സംബന്ധിച്ചുള്ള ദിക്റുകളിലൂടെയാണ്. ആ ദിക്റുകൾ ഒരു മുസ്ലിം പ്രഭാതത്തിൽ എഴുന്നേൽക്കുന്നത് മുതൽ രാത്രിയിൽ അവൻ ഉറങ്ങുന്നത് വരേക്കുള്ള ജീവിതത്തിന്റെ അവന്റെ വ്യത്യസ്തമായ മേഖലകളിൽ അവൻ ചൊല്ലേണ്ടുന്ന, പ്രാർത്ഥിക്കേണ്ടുന്ന, ഉരുവിടേണ്ടുന്ന ഒട്ടേറെ പ്രാർത്ഥനകളും ദിക്റുകളും മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതൊക്കെ അതിൻ്റെതായ ആശയത്തോടെ പറയാൻ നമുക്ക് സാധിക്കണമെങ്കിൽ എന്ത് വേണം? ഈ ഭാഷ കൈകാര്യം ചെയ്യാൻ അറിയണം, അഥവാ ഇതിന്റെ ഉച്ചാരണം ശരിയാവണം. അതുകൊണ്ട് എന്ത് വില കൊടുത്തും പ്രിയമുള്ളവരെ, എത്ര പ്രയാസം സഹിച്ചുകൊണ്ടും നിങ്ങൾ ഓതുന്ന ഖുർആൻ അല്ലാഹുവിന്റെ അടുക്കൽ സ്വീകാര്യയോഗ്യമാവണം. നാം ഉച്ചരിക്കുന്ന സ്വലാത്തിന്റെ വചനങ്ങൾ സ്വീകാര്യയോഗ്യമാകണം. നാം ഉച്ചരിക്കുന്ന തസ്ബീഹുകൾ, തഹ്ലീലുകൾ, തക്ബീറുകൾ, ദുആകൾ, പ്രാർത്ഥനകൾ എല്ലാം അല്ലാഹുവിന്റെ അടുക്കൽ സ്വീകാര്യയോഗ്യമായി തീരണമെങ്കിൽ അതിന് നിർബന്ധമായും നാം അറിഞ്ഞിരിക്കണം. അതായത് ഒരു ഭാഷയിലാണോ അല്ലാഹു അവതരിപ്പിച്ചതെങ്കിൽ അതേ ഭാഷയിൽ അത് കൃത്യമായി ഉപയോഗിക്കാനും പ്രയോഗിക്കാനും ഉരുവിടാനും ചൊല്ലിപ്പറയാനും ഉച്ചരിക്കാനും പഠിക്കുക എന്നത് എല്ലാ മുസ്ലിം സ്ത്രീ പുരുഷന്മാരുടെയും മേൽ നിർബന്ധമായ ഒരു കാര്യമാണ്. അതല്ലെങ്കിൽ വലിയ അപകടമാണ്. മഹാന്മാര് പറഞ്ഞു, നമസ്കാരത്തിന് ഇമാമ് നിൽക്കുന്ന ആളുകൾക്കുണ്ടായിരിക്കേണ്ടുന്ന പ്രത്യേകതകൾ പറഞ്ഞപ്പോ, ഒരാളുടെ പിന്നിൽ തുടരുന്നതിന്റെ നിയമം പോലും പറഞ്ഞപ്പോ മഹാനായ ഇമാം ഇബ്നു അബ്ദുൽ ബർ റഹിമഹുല്ലാഹ് പറഞ്ഞു, അൽ ഇത്തിമാമു ബികുല്ലി ഇമാമിൻ ബാലിഗിൻ മുസ്ലിമിൻ ഹുർരിൻ വഅബ്ദിൻ അല ഇസ്തിഖാമത്തിൻ ജായിസുൻ ഇല്ലം യകുൻ യൽഹനു ഫീ ഉമ്മിൽ ഖുർആനി ലഹനൻ യുഹീലുൽ മഅനാ. എന്താണ് പറഞ്ഞതിന്റെ ഉദ്ദേശം? ഹാനവറുകൾ പറയാണ്, അൽ ഇത്തിമാം തുടരാം, നമുക്ക് തുടരാം. ബികുല്ലി ഇമാമിൻ ബാലിഗിൻ മുസ്ലിമിൻ ഹുർരിൻ വഅബ്ദിൻ, കണ്ടോ, മുസ്ലിമും അടിമയും അതുപോലെ തന്നെ സ്വതന്ത്രനോ പ്രായപൂർത്തിയായവരും അലസ്തിഖാമത്തിൻ ജായിസുൻ, അതെ നമുക്കൊക്കെ അനുവദനീയമാണ്. അവിടെ ഒന്നല്ല പ്രശ്നം, ഇല്ലം യകുൻ യൽഹനു ഫീ ഉമ്മിൽ ഖുർആൻ, ഇല്ലം യകുൻ യൽഹനു ഫീ ഉമ്മിൽ ഖുർആൻ. ഉമ്മുൽ ഖുർആൻ എന്നറിയപ്പെടുന്നത് സൂറത്തുൽ ഫാത്തിഹയാണ്. ഖുർആനിന്റെ മാതാവ് ഉമ്മുൽ ഖുർആൻ എന്ന് സൂറത്തുൽ ഫാത്തിഹയ്ക്ക് ഒരു പേരുണ്ട്. ഇതിനെ സംബന്ധിച്ചാണ് ആ പറയുന്നത്, ഉമ്മുൽ ഖുർആൻ പാരായണം ചെയ്യുന്നിടത്ത് ലഹനൻ, അബദ്ധങ്ങൾ വരാത്തയാളായിരിക്കണം. യുഹീലുൽ മഅനാ, അർത്ഥത്തിന് തകരാറ് വരുന്ന, വകഭേദങ്ങൾ വരുത്തുന്ന,
ആ നിലക്കുള്ള പാരായണത്തിൽ അക്ഷരങ്ങളുടെ ഉച്ചാരണത്തിൽ തകരാറില്ലാത്തവനെ മാത്രമേ തുടരാൻ പോലും പാടുള്ളൂ എന്നാണ് മഹാന്മാരായ പണ്ഡിതന്മാര് പറയുന്നത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഏറ്റവും പരമപ്രധാനമായ ഈ കാര്യത്തെ നമ്മുടെ മുൻഗാമികളേറെ ശ്രദ്ധിച്ചിട്ടുണ്ട്. മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അവരൊക്കെ അറബികൾ തന്നെയായിരുന്നു. എന്നിട്ട് പോലും അവർ പറഞ്ഞു സമൂഹത്തോട്, തഫഖഹു ഫിദ്ദീൻ, മതപരമായ കാര്യങ്ങളിൽ നിങ്ങൾ നന്നായി അറിവ് നേടണം. വതഅല്ലമുൽ അറബിയ, അറബി ഭാഷ അത് നിങ്ങൾ പഠിക്കണം. കാരണം ഈ കാര്യങ്ങളൊക്കെ അറിയാൻ ഏറ്റവും നല്ല മീഡിയ, ഏറ്റവും നല്ല മാധ്യമം എന്താണ്? അറബി ഭാഷ തന്നെയാകുന്നു. ഖുർആനും സുന്നത്തിന്റെയും പാരായണം. ഒരു വാക്ക് തെറ്റിയാൽ, അതിന്റെ അക്ഷരം തെറ്റിയാൽ അതിന് വരുന്ന ഏറ്റവും വലിയ അപകടം. ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു തന്റെ മക്കളെ ഭാഷാ പിഴവിന്റെ പേരിൽ ശിക്ഷിക്കാറ് പോലും ഉണ്ടായിരുന്നു എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. മാത്രമല്ല ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു തന്നെ പറയാറുണ്ട്, തഅല്ലമുൽ ലഹ്ന വൽ ഫറായിദ വസ്സുനൻ കമാ തഅല്ലമൂനൽ ഖുർആൻ. ഖുർആൻ പഠിക്കുന്നത് പോലെ, ഖുർആൻ പഠിക്കുന്നത് പോലെ, ഫർളും സുന്നത്തുമായ കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുന്നത് പോലെ നിങ്ങൾ ഭാഷയിലുള്ള അതിന്റെ കൃത്യമായ ഉച്ചാരണങ്ങളും അറബി ഭാഷയുടെ പ്രത്യേകമായ അതിന്റെ തെറ്റുകൾ സംഭവിക്കാതിരിക്കാനുള്ള ജാഗ്രതകളും നിങ്ങളുടെ പഠനങ്ങളിൽ ഉണ്ടാകണം എന്ന് മഹാന്മാരൊക്കെ പറഞ്ഞു. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ അല്ലാഹുവിന്റെ അടുക്കൽ രക്ഷപ്പെടാനുള്ള നമ്മുടെ മാർഗങ്ങളായ ഇബാദത്തുകളെ മുഴുവനും കാര്യമായി കൃത്യമായി ക്രോഡീകരിക്കപ്പെട്ടിട്ടുള്ളത് അറബി ഭാഷയിൽ തന്നെ നമുക്ക് നിർവഹിച്ച് ഉപകാരം നേടി പരലോകത്ത് മോക്ഷം നേടുക എന്ന നിലക്കാണ്. അതാണ് പരിശുദ്ധ ഖുർആനിന്റെ പഠനം തന്നെയും. 5 കാര്യങ്ങളാണ് പരിശുദ്ധ ഖുർആനുമായി നമുക്ക് ബന്ധപ്പെട്ടുകൊണ്ടുള്ളത്. ഈ 5ഉം നമുക്ക് നിർബന്ധമായ കാര്യമാണ്. ഒന്ന്, അതിന്റെ തിലാവത്താണ്. തിലാവത്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ പാരായണം. പാരായണം എന്ന് പറയുന്നിടത്ത് തന്നെ വളരെ ശ്രദ്ധിക്കാനുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ അതിന്റെ അക്ഷരങ്ങളോട് മുഴുവൻ നീതി പുലർത്തി ഉച്ചാരണ വൈകല്യമില്ലാതെ കൃത്യമായി ഉച്ചരിച്ച് തെറ്റുകൂടാതെ ഓതാൻ പഠിക്കുക. അതാണ് പ്രാഥമികം. തെറ്റുകൂടാതെയുള്ള വായന, തെറ്റുകൂടാതെയുള്ള ഓത്ത്, തെറ്റുകൂടാതെയുള്ള പാരായണം, അതാണ് തിലാവത്ത്. അവിടെയാണ് തജ്വീദ് നിയമങ്ങളൊക്കെ കടന്നു വരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ജിബ്രീൽ അലൈഹിസ്സലാം ഓതിക്കൊടുത്തതുപോലെ, സഹാബത്തിന് പ്രവാചകൻ ഓതിക്കേൽപ്പിച്ചതുപോലെ ആ നിയമങ്ങളിൽ നിന്ന് ആവിഷ്കരിച്ചുകൊണ്ടാണ് ഖുർആൻ പാരായണ നിയമങ്ങൾ ലോകത്ത് വിരചിതമായിട്ടുള്ളത്. തജ്വീദ് എന്ന് പറയുന്നത് വെറുതെ ഉണ്ടായതല്ല. അതിനടിസ്ഥാനത്തിൽ ആ നിലക്ക് അപാകതകൾ വരാതെ കൃത്യമായി വഖഫ് ചെയ്യേണ്ടയിടത്ത് വഖഫ് ചെയ്യുക, നിർത്താൻ പാടില്ലാത്തടത്ത് നിർത്തരുത്. ഓരോന്നിനും നിയമങ്ങളുണ്ട്. അതൊക്കെ പാലിച്ചുകൊണ്ടുള്ള പാരായണമാണ് ആദ്യ ഘടകം. ഈ ആദ്യ പ്രാഥമിക ഘട്ടത്തിൽ പോലും നമ്മുടെ പങ്കും നമ്മുടെ അവസ്ഥയും എത്രത്തോളം പരിതാപകരമാണെന്ന് ഞാനും നിങ്ങളും ആലോചിക്കണം. പ്രിയമുള്ളവരെ, നാം ആലോചിക്കണം. 5 കാര്യങ്ങളിൽ അതിന്റെ പ്രാഥമിക ഘട്ടത്തോട് പോലും നമ്മുടെ സമീപനം എന്താണെന്ന് ഓരോരുത്തരും ഒന്ന് ആലോചിക്കുക. കേവലം പാരായണം ഒന്ന് ശരിയായി കിട്ടണ്ടേ? ആ ഉച്ചാരണം ഒന്ന് ശരിയായി കിട്ടണ്ടേ? ഏറ്റവും പ്രധാനം 1. 2, അത് കഴിഞ്ഞാൽ നമുക്കുള്ളത് കഴിയുന്നത്ര മനപ്പാഠമാക്കാൻ ശ്രമിക്കുക. ഹിഫ്ള്, ഖുർആനികമായ എത്രത്തോളം നമുക്ക് മനപ്പാഠമാക്കാൻ സാധിക്കുന്നുവോ നമ്മുടെ ഹൃദയം അത്രയും പ്രകാശമാനമാകും. ഖുർആനില്ലാത്ത ഹൃദയം ഇടിഞ്ഞു പൊളിഞ്ഞ് ആൾ താമസമില്ലാതെ ശൂന്യമായ വീട് പോലെയാണ്. അതിൽ പലതും കയറിക്കൂടും. ആൾപ്പാർപ്പില്ലാത്ത വീട്, ആൾ താമസമില്ലാതെ കിടക്കുന്ന അടച്ചിട്ട അല്ലെങ്കിൽ ആ നിലക്ക് ഉപേക്ഷിക്കപ്പെട്ട ഒരു വീടിന്റെ ചിത്രം ഒന്ന് മനസ്സിൽ കണ്ടു നോക്കൂ. അതിൽ ആരൊക്കെയുണ്ടാകും? എന്തെല്ലാം ഉണ്ടാകും? എന്തെല്ലാം നടക്കും? എന്തെല്ലാം രൂപത്തിലുള്ള കുഴപ്പങ്ങളായിരിക്കും അതിന്റെ അകത്ത്? അതേപോലെയായിരിക്കും എന്റെ ഹൃദയം. പലതും കയറിക്കൂടും. പല വസ്വാസികളും അവനിലേക്ക് കടന്നു വരും. അതെ, ഖുർആനികമായിട്ട് അതിന്റെ പാരായണം, അത് മനഃപ്പാഠമാക്കൽ, അതോടൊപ്പം ഫഹ്മ്, അത് അറിയണം. എന്താണ് ഞാൻ പാരായണം ചെയ്യുന്നത്? എന്താണ് ഞാൻ മനഃപ്പാഠമാക്കിയത്? അതിന്റെ ആശയം അറിയണം. ആശയം അറിയുമ്പോഴേ ചിന്ത വരൂ. ഒരു കാര്യം ഒന്നും അറിയാത്തൊരു വാചകം വായിച്ചാൽ നമുക്ക് ചിന്ത വരില്ല. മറിച്ച് എന്താണ് ആ പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായാൽ ഞാൻ അതിന്റെ ഗൗരവം ഉൾക്കൊള്ളും. ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കും. സന്തോഷ വാർത്ത കേൾക്കുമ്പോൾ എനിക്ക് സന്തോഷം തോന്നും. ഏറ്റവും ഭീകരമായ ശിക്ഷകളെ കുറിച്ച് കേൾക്കുമ്പോൾ എന്റെ ഹൃദയവും നടുങ്ങും. എന്താ കാരണം? പറഞ്ഞത് എന്താണെന്ന് എനിക്ക് ഗ്രാഹ്യമായി. അപ്പൊ ഗ്രഹിക്കണം, ഗ്രഹിച്ച് ചിന്തിക്കണം. അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരു വസ്വാസുകളും അതിലേക്ക് പ്രവേശിക്കുകയില്ല. ഇസ്ലാമിന്റെ അടിസ്ഥാന പ്രമാണങ്ങളായ
ഏത് കാര്യങ്ങളെ സംബന്ധിച്ചും അറിയേണ്ടതുപോലെ അറിഞ്ഞാൽ ആരുടെ വസ്വാസുകൾക്കും പിന്നെ ഒരു മനുഷ്യനെ കീഴ്പ്പെടുത്താനാവില്ല. പ്രിയമുള്ളവരെ, പരിശുദ്ധ ഖുർആനിന്റെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വചനങ്ങളിൽ നിന്നും മനസ്സിലായ തൗഹീദും ശിർക്കും വേർതിരിച്ചു മനസ്സിലായാൽ ഏതൊക്കെ ശിർക്കാകും, ഏതൊക്കെ ശിർക്കാവില്ല, ഏതൊക്കെ പ്രാർത്ഥനയാകും, ഏതൊക്കെ പ്രാർത്ഥനയാവില്ല, അതിലൊന്നും പിന്നെ ഒരു വസ്വാസ് ഉണ്ടാവില്ല. എന്താ കാരണം? കണിശമായി അവൻ കൃത്യമായി അവൻ പഠിക്കുമ്പോൾ. ആ നിലക്ക് പരിശുദ്ധ ഖുർആനിനെ സംബന്ധിച്ചുള്ള പഠനങ്ങൾ, പാരായണം, മനഃപ്പാഠമാക്കൽ, അർത്ഥം ഗ്രഹിക്കൽ, ചിന്തിക്കൽ, അതിനനുസരിച്ച് അഞ്ചാമത്തത് അതിനനുസരിച്ച് അമൽ ചെയ്യൽ എന്നാണ്. ഈ ആദ്യം പറഞ്ഞ 4 ഉണ്ടായിട്ട് കാര്യമില്ല, അവസാനത്തതില്ലെങ്കിൽ. പാരായണം നല്ല പാരായണാണ്, ഒരുപാട് ഹിഫ്ളുണ്ട്, അർത്ഥം നന്നായി അറിയാം, നല്ല ചിന്തകനാണ്, എല്ലാം ശരിയാണ്. പക്ഷെ എനിക്ക് വേണ്ട ആ പറഞ്ഞത്, അതിൽ പറഞ്ഞ കാര്യം എനിക്ക് വേണ്ട. അങ്ങനെ ലോകത്ത് ഒരുപാട് ആളുകളുണ്ട്. ഖുർആനിന്റെ മുമ്പിൽ വിനയാന്വിതം എന്നൊക്കെ പറഞ്ഞ ആളുകളുണ്ട്, ചിന്തകരുണ്ട്, എഴുത്തുകാരുണ്ട്. പക്ഷെ അവർക്ക് ആ ഖുർആനിൽ പറഞ്ഞ ആശയത്തോട് യോജിപ്പില്ല. അതുകൊണ്ട് അവർ മുസ്ലിമീങ്ങൾ പോലും ആയില്ല. അതുകൊണ്ട് പ്രയോജനമുണ്ടോ? ഇല്ല. അമല് അതനുസരിച്ച് പ്രവർത്തിക്കണം. അപ്പൊ ഖുർആൻ വായിക്കാൻ പഠിക്കണം, കഴിയുന്നത്ര അല്പമെങ്കിലും മനഃപ്പാഠമാക്കാൻ ശ്രദ്ധിക്കണം, അതിന്റെ അർത്ഥം ഗ്രഹിക്കണം. ആ ആശയം ഗ്രഹിക്കുമ്പോഴാണ് ചിന്തയുണ്ടാവുക. അതിൽ പറഞ്ഞ കാര്യങ്ങളെ ചിന്തിക്കണം. എന്തിനാ ചിന്തിക്കുന്നത്? തന്റെ ജീവിതവുമായി തട്ടിച്ചു നോക്കാൻ. പ്രയാസങ്ങളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ദുരിതങ്ങളും വരുമ്പോ ഖുർആൻ ഓതുമ്പോ നമ്മേക്കാൾ പ്രഗത്ഭരായ മഹാന്മാർ അനുഭവിച്ച ത്യാഗങ്ങളും അവർക്ക് ഏൽക്കേണ്ടി വന്ന പീഡനങ്ങളും വിശുദ്ധമായ ഖുർആനിന്റെ സൂറത്തുകളിലൂടെ വായിക്കുമ്പോൾ തന്റെ ജീവിതത്തിൽ ബാധിക്കുന്ന പീഡനങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും ഒക്കെ മഹാന്മാരെ സംബന്ധിച്ചിടത്തോളം എത്രമാത്രം നിസ്സാരമാണ് റബ്ബേ, ഞാൻ എത്രത്തോളം അനുഗ്രഹീതനാണ് എന്ന മനസ്സിനുള്ള സമാധാനം, അതാശ്വാസം എന്ന് പറയുന്നത്. ഏത് കാര്യത്തിലും അങ്ങനെ തന്നെ. അങ്ങനെ അതനുസരിച്ച് ജീവിതത്തെ ആ ഖുർആനിലും ഹദീസിലും പറഞ്ഞതുപോലെയുള്ള ജീവിതത്തിൽ ജീവിത രംഗത്ത് പ്രയോഗവൽക്കരിക്കുക. ഖുർആനിലും ഹദീസിലും പറഞ്ഞതുപോലെയുള്ള ജീവിതമായിരിക്കണം സ്വകാര്യ ജീവിതത്തിലും പരസ്യ ജീവിതത്തിലും. അങ്ങനെ ഖുർആനുമായി ബന്ധപ്പെടാൻ ഈ ഭാഷയുടെ ശരിയായ പഠനത്തിലൂടെ അത് ശരിക്കും പഠിച്ചു മനസ്സിലാക്കി അതിന്റെ തനതായ രീതിയിൽ ഖുർആനിനെയും സുന്നത്തിനെയും ഗ്രഹിച്ചു കഴിഞ്ഞാൽ ആരുടെ വസ്വാസുകൾക്ക് എത്ര ദുഷ്പ്രചരണങ്ങൾ നടത്തിയാലും അവയുടെ മുമ്പിലൊക്കെ പാറ പോലെ ഈമാനികമായി ഉറച്ചു നിൽക്കാൻ സത്യവിശ്വാസിക്ക് സാധിക്കും. ഒരിക്കലും അവന്റെ മനസ്സ് പതറിപ്പോവുകയില്ല. അതുകൊണ്ട് കൃത്യമായി പ്രിയമുള്ളവരെ, ഈ സ്രോതസ്സുകളെ, കിതാബിനെയും സുന്നത്തിനെയും അതിന്റെ ശരിയായ അർത്ഥത്തിൽ മഹാന്മാര് മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കുവാൻ നമുക്ക് ഏറെ സഹായകമാകുന്ന ഈ ഭാഷയെ സംബന്ധിച്ച് ഓരോരുത്തർക്കും എത്രത്തോളം അറിവ് നേടാനാകുമോ അത്രയും അറിവ് നേടുക. അതിലൂടെ നമുക്ക് ഇഹപര സൗഭാഗ്യങ്ങളുണ്ട്. സർവശക്തനായ നാഥൻ വിശുദ്ധമായ ഗ്രന്ഥത്തോടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അധ്യാപനങ്ങളോടും അർഹമായ നിലയ്ക്ക് നീതി പുലർത്തിക്കൊണ്ട് അതനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കുകയും ശുദ്ധീകരിക്കുകയും ചെയ്യുന്ന നല്ലവരിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിറിദല്ലാഹ്. അമ്മാ ബഅദ് ഫത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അല്ലാഹുവേ, സൂക്ഷിച്ച് ജീവിക്കണേ. ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഉണർത്തുന്നു. തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നൽകി റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ധാരാളം ആളുകൾ അവരുടെ നിത്യ ജീവിതത്തിലെ ഒരു സംശയം എന്ന നിലക്ക് നേരിട്ടും അല്ലാതെയും ചോദിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഫിഖ്ഹിയായ കർമ്മശാസ്ത്രപരമായ ഒരു മസ്അല നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാനാണ് ഇന്നത്തെ ഈ അവസരം ഞാൻ ഉപയോഗപ്പെടുത്തുന്നത്. പല സഹോദരങ്ങളും ചോദിക്കാറുണ്ട്, ഉളൂഇന്റെ സന്ദർഭത്തിൽ കാല് കഴുകുന്നതിന് പകരം നാം ധരിച്ചുകൊണ്ടിരിക്കുന്ന സോക്സിന്മേൽ തടവിയാൽ മതി എന്ന് കേൾക്കുന്നു. എന്താണ് അതിന്റെ വിധി? ചിലരത് പാടില്ലെന്നും പാടുണ്ടെന്നും ഒക്കെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. എന്താണ് അതിന്റെ ഇസ്ലാമികമായ വീക്ഷണമെന്ന് ധാരാളം ആളുകൾ പല സന്ദർഭങ്ങളിലായി ചോദിക്കാറുണ്ട്. എല്ലാവർക്കും മനസ്സിലാക്കാൻ വേണ്ടി ആ കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഒരു പ്രത്യേകമായ സന്ദർഭത്തിൽ ഒരു യാത്രാവേളയിൽ ഇങ്ങനെ ഒരു യാത്ര സ്ഥലത്ത് ഉദു എടുക്കാൻ വേണ്ടി ഇറങ്ങി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദൂഇന്റേതായ ആദ്യ ഭാഗങ്ങളൊക്കെ കഴിഞ്ഞ് സഹാബത്ത് അത് ശ്രദ്ധിക്കുന്നുണ്ട്. അങ്ങനെ അവസാനം സഹാബിമാര് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കാലിൽ അണിഞ്ഞിട്ടുള്ള ഈ സോക്സ് ഖുഫ ഊരിക്കളയാൻ വേണ്ടി, കാല് കഴുകാൻ വേണ്ടി കുനിഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദഅഹുമാ, വിട്ടേക്ക്.
വിട്ടേക്ക്, ഊരണ്ട. ഫഇന്നി അദ്ഖൽതുഹുമാ ത്വാഹിറതൈൻ, ഞാനത് രണ്ടിലേക്കും എന്റെ കാല് പ്രവേശിപ്പിച്ചിട്ടുള്ളത് ശുദ്ധിയായ നിലക്കാണ് എന്ന് പറഞ്ഞാൽ അത് ഊരാൻ അനുവദിച്ചില്ല. ഫമസഹ അലൈഹിമാ, അവ രണ്ടിന്മേലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തടവി, വെള്ളം കൊണ്ട് തടവി. എന്തായി പറഞ്ഞത്? നമുക്കറിയാം, ഉളു ശരിയാകണം എന്നുണ്ടെങ്കിൽ, സമ്പൂർണമായ ഉളു ആകണമെങ്കിൽ എന്ത് വേണം? കാല് കഴുകുന്ന വേണം. എന്നാൽ ചില സന്ദർഭങ്ങളിൽ നമുക്ക് ഈ കാല് കഴുകുന്നതിന് പകരം കാലിന്മേൽ വെള്ളം കൊണ്ട് വെറുതെ തടവിയാൽ മതി എന്ന ഒരു ആനുകൂല്യം ഇസ്ലാം നൽകിയിട്ടുണ്ട്. അത് നമുക്ക് പലപ്പോഴും ഉപകാരപ്പെടുന്ന പല മേഖലകളുണ്ട്. ചിലപ്പോൾ പല സ്ഥലങ്ങളിലും നമുക്ക് ഉളുവിന്റെ സമയമായി ഉളു ഇല്ല, ഉളു എടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ വാഷ് ബേസിൻ മാത്രമേ ഉണ്ടാകൂ, ഉയർന്നു നിൽക്കുന്ന വാഷ് ബേസിൻ. അവിടെ നമുക്ക് കാല് കഴുകലല്ലാത്ത എല്ലാം നിഷ്പ്രയാസം ചെയ്യാൻ സാധിക്കും. കാല് കഴുകണം എന്നുണ്ടെങ്കിൽ കാല് കയറ്റി വെക്കണം, വലിയ പ്രയാസമായിരിക്കും. വെള്ളമെടുത്ത് ഇങ്ങോട്ട് കേൾക്കാൻ പാത്രമില്ല, ഒന്നുമില്ല. ഇത്തരം സന്ദർഭങ്ങളിൽ നമുക്ക് ഏറെ പ്രയോജനകരമായ ഒരു മസലയാണിത്. എന്താണ്? കാല് കഴുകണ്ട. കഴുകുന്നതിന് പകരം നിങ്ങൾ തല തടവാൻ വേണ്ടി വെള്ളം എടുത്ത് കുടയും പോലെ കാലിന്റെ സോക്സിന്മേൽ, അത് നിങ്ങൾ ധരിച്ചിട്ടുള്ള സോക്സിന്മേൽ തടവിയാൽ മതി. നനഞ്ഞ കൈ കൊണ്ട് തടവിയാൽ മതി ഇരു കാലുകളിലും. ഇതാണ് ഇതിന്റെ ഈ മസല. ഇവിടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് എന്താണ് സുഹൃത്തുക്കളെ? ഇത് നമുക്ക് ഇങ്ങനെ, ഇതിനുള്ള നിബന്ധന എന്താണ്? ഇങ്ങനെ തടവൽ നമുക്ക് എപ്പോഴാണ് അനുവദിക്കപ്പെടുക? അതിനൊരൊറ്റ നിബന്ധനയേ ഉള്ളൂ. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നിങ്ങൾ കേട്ടു. എന്താ? ഊരണ്ടാന്ന് പറഞ്ഞപ്പോ എന്താ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? ഞാനത് ശുദ്ധിയോടെയാണ് അതിലേക്ക് കാലുകൾ പ്രവേശിപ്പിച്ചിട്ടുള്ളത്, ഞാനത് ധരിച്ചിട്ടുള്ളത് ശുദ്ധിയോടുകൂടെയാണ് എന്ന് പറഞ്ഞാൽ, ഇങ്ങനെ നമുക്ക് തടവാൻ അനുവദിക്കപ്പെടണമെങ്കിൽ ആദ്യം നമ്മുടെ ഉളു പരിപൂർണമായ ഉളുവായിരിക്കണം. ഏത് നിലക്ക്? കാല് കഴുകിയിട്ട് തന്നെയുള്ള ഉളുവായിരിക്കണം. അപ്പൊ ശരിക്ക് സാധാരണ നിലക്ക് കാലൊക്കെ ശരിക്ക് കഴുകിയിട്ടുള്ള ഉളു തന്നെ. ആ ഉളു കഴിഞ്ഞതിന്റെ ശേഷം നിങ്ങൾ എന്ത് ചെയ്യുന്നു? നിങ്ങൾ സോക്സ് ധരിക്കുന്നു. അങ്ങനെ സോക്സ് ധരിച്ച് നിങ്ങൾ ഒന്നുകിൽ യാത്രയിൽ, ഫ്ലൈറ്റിലാണ്, അല്ലെങ്കിൽ ട്രെയിനിലാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഓഫീസിലാണ്, നിങ്ങൾക്ക് ഉളുവെടുക്കാനുള്ള സംവിധാനങ്ങൾ പരിമിതമാണ് എങ്കിൽ നിങ്ങൾ ആ സമയത്ത് നിങ്ങൾക്ക് 24 മണിക്കൂർ, നാട്ടിൽ നിൽക്കുന്നയാൾക്ക് 24 മണിക്കൂർ യൗമുൻ വലൈല, ഒരു രാവും ഒരു പകലും ഇങ്ങനെ തടവാൻ അനുവാദമുണ്ട്. പറഞ്ഞാൽ നിങ്ങൾ ഉളു മുറിഞ്ഞു, നിങ്ങൾ ഉളുവോടുകൂടെയാണ് ഇതൊക്കെ ധരിച്ചത്, പിന്നെ നിങ്ങൾക്ക് ഉളു വേണം. അങ്ങനെ നിങ്ങൾ ഉളു എടുക്കുന്നു. ഉളു എടുക്കുമ്പോൾ നിങ്ങൾ തല തടവി, ചെവിയൊക്കെ തടവി കഴിഞ്ഞതിന് ശേഷം അതുപോലെ തന്നെ കയ്യിൽ വെള്ളം എടുത്തിട്ട് കാലിലുള്ള സോക്സ് ഊരി കഴുകാൻ പ്രയാസപ്പെടണ്ട, നിങ്ങൾ അതിന്മേൽ തടവിയാൽ മതി. എവിടെയാണ് ഇത്? നാട്ടിൽ നിൽക്കുന്നവന് ഒരു ദിവസം ഇങ്ങനെ ആനുകൂല്യമുണ്ട്, യാത്രക്കാരന് 3 ദിവസത്തെ ആനുകൂല്യമുണ്ട്. ഇതിലപ്പുറം തടവാൻ പാടില്ല. ഇതിലപ്പുറം ഇനി ഒരാൾ തടവണമെങ്കിലോ അവനത് ഊരിയിട്ട് ഉളു, കാല് കഴുകിയിട്ടുള്ള ഉളു എടുത്തിട്ട് സോക്സ് പിന്നെയും ധരിച്ചാൽ പിന്നെയും അവൻ അതിനുള്ള ആനുകൂല്യങ്ങൾ ഇതേപോലെ തന്നെ പിന്നെയും എന്ത് ചെയ്യുന്നു? തുടരുന്നു. ഇത് ഏറെ നമുക്ക് പ്രയോജനപ്പെടുന്ന സഹായകരമായ ഒരു കാര്യമാണ്. ഇനി മനസ്സിലാക്കേണ്ടത് എവിടെയാ തടവേണ്ടത്, എവിടെയാണ് തടവേണ്ടത്? അവിടെ മഹാനായ അലി റളിയല്ലാഹു തആല എന്ന് പറഞ്ഞൊരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ലൗകാന അദ്ദീനു ബിർറഈ ലകാന അസ്ഫലുൽ ഖുഫി ഔലാ ബിൽ മസ്ഹി മിൻ അലാഹ് വഖദ് റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യംസഹു അലാ ളാഹിരി ഖുഫൈഹി റവാഹു അബൂ ദാവൂദ് റഹിമഹുല്ലാഹ്. എന്താണ് പറഞ്ഞത്? ലൗകാന അദ്ദീനു ബിർറഈ, മതം യുക്തിക്കനുസരിച്ചായിരുന്നുവെങ്കിൽ, ഒക്കെ യുക്തിക്ക് യോജിക്കണം, ഇല്ലെങ്കിൽ ഞാൻ സ്വീകരിക്കൂല. ബുദ്ധിക്ക് യോജിക്കണം, യുക്തി വേണം, അല്ലെങ്കിൽ ഞാൻ സ്വീകരിക്കൂല. അങ്ങനെ ആയിരുന്നു മതമെങ്കിൽ ലകാന അസ്ഫലുൽ ഖുഫി, ഖുഫയുടെ അടിഭാഗമായിരുന്നു ഔലാ ബിൽ മസ്ഹി മിൻ അലാഹു, മുകൾ ഭാഗത്തേക്കാൾ ലോജിക്ക് നോക്കുകയാണെങ്കിൽ എവിടെ തടവേണ്ടത്? എവിടെ തടവേണ്ടത്? കാലിന്റെ അടിയിൽ. കാരണം അവിടെയല്ലേ നടക്കുമ്പോ പൊടിയും മണ്ണും ഒക്കെ ആവാൻ സാധ്യത. അപ്പൊ കയ്യമ്മൽ വെള്ളാക്കിയിട്ട് കാലിന്റെ പാദത്തിന്റെ അടിയിൽ ഇങ്ങനെ തടവായിരുന്നു വേണ്ടത്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തടകാൻ പറഞ്ഞത് എവിടെയാണ്? മുകൾ ഭാഗത്ത്. അപ്പൊ കാലിന്റെ ആ വിരലിന്റെ ഭാഗത്ത് ഇങ്ങനെ കൈ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വലിച്ചാൽ മതി, ഒറ്റ വലി. പുറംഭാഗം, പുറങ്കാല് മാത്രം തടവിയാൽ മതി. മടമ്പ് വേണ്ട, അടിഭാഗം വേണ്ട, വലത്തേതും ഇടത്തേതും അങ്ങനെ തന്നെ. ഇതോടുകൂടെ നമ്മൾ കാല് കഴുകിയതുപോലെയായി നമ്മുടെ ഉളു പൂർണ്ണമായി. ഇതാണ് സുഹൃത്തുക്കളെ ഈ വിഷയത്തിലുള്ള നിയമം. ഒരാൾ കാലിലെ സോക്സ് ഊരിയാലോ നിയമം പോയി, പിന്നെ അവൻ ഉളു എടുത്തിട്ട് പിന്നെ രണ്ടാമത് ഇടണം. ഇത്രയൊക്കെ ഈ കാര്യത്തിലുള്ള നിയമങ്ങളുള്ളൂ. ഏതായിരുന്നാലും പ്രിയമുള്ളവരെ, നമ്മെ സംബന്ധിച്ചിടത്തോളം
ഇസ്ലാം നമുക്ക് അനുവദിച്ചു തന്നിട്ടുള്ള ഈ ഒരു കാര്യം പ്രത്യേകമായ സാഹചര്യങ്ങളിലും സന്ദർഭങ്ങളിലൊക്കെ പ്രയോജനപ്പെടുത്താം. അതിൽ തെറ്റൊന്നുമില്ല, അനുവദിക്കപ്പെട്ട കാര്യമാണ്. അവൻ അങ്ങനെ സോക്ഷ്മ തടവിയവനാണ്, ഞോന്റെ പിന്നിലൊന്നും തുടരാൻ പറ്റില്ല, ഇതൊന്നും ശരിയായിട്ടില്ല, ഇതൊന്നും ഞങ്ങൾ ഇതുവരെ കേട്ടിട്ടില്ല എന്നൊക്കെ പറയുന്ന ആളുകൾ ഉണ്ടാകും. സുഹൃത്തുക്കളെ, സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമികമായി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള ഇത്തരം കാര്യങ്ങൾ അത് ഉപയോഗപ്പെടുത്തുന്നതിൽ തെറ്റില്ല. അറിവ് വലിയ ഒരു ആയുധമാണ്. അറിവ് നേടിയെടുക്കണം. അതിനനുസരിച്ച് തെറ്റുകളിൽ നിന്ന് മുക്തമായ അറിവുകൾ നമുക്കുണ്ടാകണം. അപ്പോഴാണ് വസ്വാസകളിൽ നിന്ന് മുക്തമാവുകയുള്ളൂ. ആ നിലക്ക് അല്ലാഹു റബ്ബുൽ ആലമീൻ കൃത്യമായ അറിവുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളിലും കൃത്യമായ അറിവുകൾ അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. എല്ലാവിധത്തിലുള്ള വസ്വാസകളിൽ നിന്നും ശൈത്താന്റെ ദുർബോധനങ്ങളിൽ നിന്നും അല്ലാഹു നമ്മുടെ വിശ്വാസങ്ങളെയും കർമ്മങ്ങളെയും എല്ലാം കാത്തു രക്ഷിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, സഹിക്കാനാവാത്ത വേദനകളിൽ നിന്ന് അല്ലാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ ഖബറിടം അല്ലാഹു സന്തോഷത്തിലാക്കി കൊടുക്കുമാറാകട്ടെ. നമ്മയും അവരെയും അല്ലാഹു അവന്റെ സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് ചേർക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വഖാദിൽ ഹാജാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദിൽ അശ്ശിർക വൽ മുശ്രികീൻ. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ വഅജിർ വാലിദീനാ മിനൻ നാർ. اللهم ارحم شيوخ الإمارات الذين انتقلوا إلى رحمتك. اللهم وفق ولاة أمورنا لما تحبه وترضاه. اللهم سدد خطى حاكمنا يا ذا الجلال والإكرام. اللهم أدم على دولة الإمارات الأمن والأمان وعلى سائر بلاد المسلمين. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا. ربنا إنك رؤوف رحيم. توفنا مسلمين وألحقنا بالصالحين والحمد لله رب العالمين.